സ്വാഗതം. ഇന്നത്തെ അപ്ഡേറ്റ് നമ്മുടെ ബിജുവൻ ആസിഫയുടെ പുതിയ പടം തലവൻ എന്ന സിനിമയുടെ ട്രെയിലർ നോക്കാൻ അങ്ങനെ ഉണ്ടെന്ന്. ആള് സ്ട്രെയിറ്റാ. അവന്റെ പ്രായത്തിൽ നമ്മളെന്നാ മോശമായിരുന്നു. 12 കൊള്ളിട്ടാലും ബെറ്റർ ആവത്തേനോ. എന്ന് ചേപ്പനന്തോട്ട കേസ് പറഞ്ഞൂടെ? സർ ഓൾമോസ്റ്റ് 1.5 വർഷം. അതിനിടയ്ക്ക് എത്ര ട്രാൻസ്ഫർ? ഇത് 5ാമത്തെയാണ് സർ. നമ്മൾ കണ്ടറിഞ്ഞങ്ങ് നിന്നാ മതി സാറേ. കൊലപാതകശ്രമമാട്ടോ സാറേ. എന്റെ കൈപ്പാവിനെ കിട്ടിയാൽ ഞാൻ തീർക്കും സാർ. സാറേ അവനെ കാർത്തിക് സാർ പറഞ്ഞു. പഠിച്ച കള്ളന്മാരാ സാറേ. ചോദിച്ചാൽ എനിക്ക് പറയേണ്ടി വരും. പറയരുത് സാർ. ആ കേസ് മാനിപ്പുലേറ്റഡ് ആണ്. അതിന് കേസിന്റെ ഗ്രാവിറ്റി അറിയാത്ത ഇഡിയറ്റ്. സർ കുറച്ചും കൂടെ മര്യാദയ്ക്ക് സംസാരിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യടാ? രണ്ടും ഒരേ ഇനവാ, ക്രിമിനൽസ്. പറ്റിപ്പോയതാ സാർ, എനിക്കൊരു ജീവിതമില്ല സാർ. പോലീസിന് ഇനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് ബ്ലഡ് സൈനോ ഫിംഗർ പ്രിന്റോ എന്തെങ്കിലും ഒന്ന് കിട്ടണം. ഫോറൻസിക്കാർ കൈമലർത്തിയില്ല. അഭ്യൂഹങ്ങളല്ലോ ജോഷി, എന്തിനും കൃത്യമായൊരു തീർപ്പുണ്ട്. നീ നിന്റെ ആംഗിൾ ഉണ്ടാക്കും, ഞാൻ എന്റെ വഴി കണ്ടുപിടിച്ചോളാം. 10-15 വർഷമായില്ലേ യൂണിഫോം ഇടാൻ തുടങ്ങി. ഒന്ന് വണ്ടി കയറണം. ഞാനാണ് സ്റ്റേഷനിൽ എത്തിച്ചോ. ഇപ്പൊ ഇവിടുത്തെ എത്തിച്ചോ ഞാൻ. ഞങ്ങൾ ഇരട്ടവറ്റാന്ന് തോന്നുന്നു. സംഭവം എനിക്ക് ഈ ജിസ്ജോയുടെ പടം ആദ്യമാണോ ഇങ്ങനത്തെ ഒരു ടൈപ്പ് വരുന്നത്. കാരണം ആസിഫിലെ വെച്ച് 4ാമത്തെ പടം പുള്ളി ചെയ്യുന്നത്. അതുകൊണ്ട് പുള്ള മിക്ക പടങ്ങളും ഒരുമാതിരി സിനിമ ട്രാക്ക്, അതേപോലെ ഇമോഷണൽ ലവ് സ്റ്റോറി അങ്ങനെയൊക്കെ വരുന്നു. പക്ഷേ ഇത് ഫസ്റ്റ് ടൈം ആ ഒരു ക്രൈം മോഡൽ പടം വരുന്നത്. ഒരു ജൂനിയർ സീനിയർ പോലീസുകാരുടെ ഓരോ യുവ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് BGM ദീപക് ദേവാണ്. നമ്മുടെ പണ്ടത്തെ സിനിമകൾ ചെയ്യുന്നത് ലാസ്റ്റ് പുള്ളി ചെയ്ത പടങ്ങളൊക്കെ നൈസാണ്. ഇപ്പം BGM കാര്യത്തിൽ ഒരു നൈസ് വർക്കാണ്. എന്തായാലും ഇതിൻ്റെ റിലീസിൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടില്ല. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ സിനിമയുടെ അപ്ഡേറ്റ് കാത്തിരിക്കാം. അപ്പോൾ ബൈ.